നല്ല വിലക്കുറവിൽ ഷോപ്പിംഗ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബാംഗ്ലൂരിൽ എവിടെയാണ് നല്ല വിലക്കുറവിൽ കിട്ടുന്ന എന്നൊക്കെ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ വ്ളോഗാണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഐക്യയിലുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഓരോന്നും റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐക്യ ഉള്ളത് നാഗസാന്ദ്ര എന്നുള്ള സ്ഥലത്താണ്. മെജസ്റ്റിക് എന്നൊക്കെ അരമണിക്കൂറാണ് കേട്ടോ. അവിടെ നിന്ന് മെട്രോയിൽ വേണമെങ്കിലും വരാം ഇവിടത്തേക്ക്. അപ്പോൾ ദാ ഐക്യയിലുള്ള എൻട്രൻസിൻ്റെ അടുത്തെത്തി. പക്ഷേ നിങ്ങൾ മെട്രോയിൽ വരുമ്പോൾ ഈ ഒരു വഴിയല്ല കേട്ടോ, മുകളിലോട്ട് വേറൊരു വഴിയുണ്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ. പിന്നെ ഇവിടത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇതിലിപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്നില്ല ഒരു ആരോ മാർക്ക്, ഒരു ബ്ലൂ കളർ ബോർഡിൽ. അതെന്തിനാ ആരോ മാർക്ക് അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നറിയോ? നമ്മളിങ്ങനെ നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അത് നോക്കി അങ്ങനെ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയി അവസാനം ചിലപ്പോൾ നമ്മൾ കയറിയെടുത്തായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഓരോന്നും. പിന്നെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇവർ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ കിച്ചണിൽ നമ്മുടെ വീട് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ, നമുക്കൊരു വീടാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ എന്തൊക്കെ വേണം, അതുപോലെ ഒരു കിച്ചണിൽ എന്തൊക്കെ വേണം, ഒരു ഹാളിൽ എന്തൊക്കെ വേണം, അതൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ മൊത്തത്തിൽ റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടും റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇതിൽ ഓരോന്നും ബെഡ്ഷീറ്റിൻ്റെതും ബ്ലാങ്കറ്റിൻ്റെതും ഒക്കെ റേറ്റ് അവിടെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ടില്ലേ ഇതിലിങ്ങനെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോന്നും ഇതിലോട്ട് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നും ഇവരെന്നെ ഇങ്ങനെ ഇത് നല്ല ഭംഗിയായിട്ട് വെച്ച് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. റേറ്റും സെപ്പറേറ്റും അതുപോലെ മൊത്തത്തിലും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു വീടൊക്കെ വെക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാവും. നമുക്കൊരു പ്ലാനിങ് കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്. നമുക്കൊരു വീട് വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിംഗ് നമ്മൾ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇതൊക്കെ വെച്ചാൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇങ്ങനെ ആക്കണം എന്നുള്ള ഐഡിയാസൊക്കെ കിട്ടും. എന്തായാലും ഇവിടെ വന്നാൽ അത്രയും ഭംഗിയായിട്ടാണ് ഓരോന്നും അവരിങ്ങനെ അലങ്കരിച്ച് വെച്ച് കാണിക്കുന്നത്. എല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു ബെഡ്റൂം നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും പല വെറൈറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്, പല ഡിസൈനിലുള്ളത്. അപ്പോൾ ഈ ഒരു ചെയറിന് വന്നിട്ടുള്ളത് 24,000 അടുത്താണ്, 23,900 സംതിങ്. അതുപോലെ ഈ ഒരു ടീപ്പോയ്ക്ക് വന്നിട്ടുള്ളത് 7,000 സംതിങ്, 7,990. അതുപോലെ ഇതിന് വന്നിട്ടുള്ളത് 5,000 സംതിങ്. നല്ല രസമുണ്ട് ഈ ഒരു സംഭവം കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ പിന്നെ അതിൻ്റെ ബാർകോഡ് എടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. ബില്ലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ബില്ലിങ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ താഴെ ബില്ലിങ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഡെലിവറി അവർ വീട്ടിലോട്ട് ചെയ്യും. അപ്പോൾ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, അവരടുത്ത് ചോദിച്ചാൽ മതി എങ്ങനെ എന്തെന്നൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ വലിയ പ്രൊഡക്റ്റൊന്നും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു മലപ്പുറത്തു നിന്നുള്ള. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നാട്ടിൽ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ല കുറവിലുണ്ട് എന്നൊക്കെ. ജസ്റ്റ് തുറന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഏരിയ അടുക്കള ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തായാലും അടുക്കള തന്നെയായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. ഈ ഒരു അടുക്കള കണ്ടാൽ തന്നെ എത്ര ഭംഗിയാക്കിയിട്ടാണ് ഇത് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് അടുക്കള എത്രത്തോളം ഭംഗിയാക്കാമെന്ന് ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും നല്ല ഭംഗിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ലൊരു ഓപ്പൺ കിച്ചനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇങ്ങനെ പ്ലേറ്റും അതുപോലെ പ്ലേറ്റ് വെക്കാനായിട്ടൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് പ്ലേറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റൊക്കെ അവിടെ സെപ്പറേറ്റ്, പ്ലേറ്റിൻ്റെ വേറെ സ്റ്റാൻഡിൻ്റെ വേറെ ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റൗ, ഇതിൻ്റെ സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാക്കിയിട്ട് ഓരോന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്, ഇതിലും ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിലും എന്തൊക്കെ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്.
പിന്നെ കുറേ തരത്തിലുള്ള ചെയർ, പല വെറൈറ്റി ചെയർ, അതുപോലെ സോഫ സെറ്റി, ടേബിൾ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണുന്നില്ല ഈ ഒരു സോഫ സെറ്റി, അതിൻ്റെ താഴെ മാറ്റൊക്കെ ഇട്ട് ടീപ്പോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ഓരോന്നും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടീപ്പോയിൻ്റെ റേറ്റ് 9500 അതുപോലെ മാറ്റിൻ്റെ വേറെ ഉണ്ടാവും, ഈ ഇതിൽ കാണിക്കുന്ന ഫ്ലവർ പോട്ടിൻ്റെ വേറെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ കാണുന്നിടത്ത് ജസ്റ്റ് ആ ഒരു ഫ്ലവർ പോട്ട് വേണം, അല്ലെങ്കിൽ ആ ഒരു മാറ്റ് മാത്രം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ സെപ്പറേറ്റ് കളക്ഷൻസ് തന്നെ വേറെ കാണിക്കുന്നുണ്ട്. മാറ്റിൻ്റെ കളക്ഷൻസ്, അതുപോലെ ഫ്ലവർ പോട്ടൊക്കെ ഒരു സൈഡിലും, അങ്ങനെ ഒരുപാട് ഓരോന്നും ഒരു സൈഡിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ കിച്ചൺ ആക്സസറീസൊക്കെ താഴെയുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ കുറേ പ്ലേറ്റും കാര്യങ്ങളും കിച്ചൺ ഭാഗത്തൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പ്ലേറ്റും കാര്യങ്ങളും അങ്ങനത്തെ കിച്ചൺ ആക്സസറീസിൻ്റെ ഐറ്റംസൊക്കെ താഴെയുണ്ട് കേട്ടോ. പിന്നെ പെരുന്നാൾ വ്ളോഗ് ചെയ്തപ്പോൾ ഈ ഒരു ഡിന്നർ സെറ്റിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐക്യന്നാണ് വാങ്ങിയത്, കുറേ മുന്നേ വാങ്ങിയതാണ്, കുറച്ചായി വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ 3 പീസിന് 1490. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ 3 പീസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബൗളാണെങ്കിൽ 2 പീസ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര വേണം എന്ന രീതിയിൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ വന്നാൽ കൂടുതലും ഇങ്ങനെ നോക്കി വെക്കും, ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് പിന്നെ ഐക്യ ഓൺലൈനിൽ തന്നെ ഷോപ്പിംഗ് ചെയ്യാറാണ് കൂടുതലും, അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ ഒരു റേറ്റിനുള്ളതുണ്ട്, അത്രയും നല്ല വെയിറ്റും കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ വേറെ കളേഴ്സിൽ ഇതിൻ്റെ കളക്ഷൻസ് താഴെയുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതിന് അത്യാവശ്യം നല്ല റേറ്റുള്ള സംഭവമാണെന്ന്, അത്രയും ഭംഗിയുണ്ട് കേട്ടോ.
നമ്മൾ തിരക്കിട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോവും. ഇത് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്നുള്ളത്. ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതുപോലെ ഇങ്ങനെ എന്താണെങ്കിലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1200 290 ഇതിൻ്റെ റേറ്റ്. ഇവിടെ വരുമ്പോൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വരേണ്ടി വരും. എല്ലാം ഓരോന്ന് നോക്കി നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കണമെങ്കിൽ, അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും നോക്കി വെക്കാനാണെങ്കിലൊക്കെ ഇതിപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയാം സംഭവം, നമുക്ക് കവറൊക്കെ ഇട്ട് വെക്കാനാണ്. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകും, പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ആണിയിൽ തൂക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തൊക്കെ കവർ ഇട്ട് വെക്കുന്നതാണ്. 129 രൂപയാണ് ഇതിന്. ചെറിയ റേറ്റുമാണ്, അതുപോലെ നല്ല യൂസ്ഫുള്ളുമാണ്. ഇതിൻ്റെ അകത്തൊക്കെ കവർ ഇട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ കവറിങ്ങനെ വലിച്ചെടുക്കാം നമുക്ക്. ഗൾഫിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നാട്ടിലിനിപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ ഇൻഡക്ഷൻ കുക്കർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ. ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സ്റ്റൗ വെച്ചപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ബ്ലാക്ക് നമ്മുടെ വീട്ടിലൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ ബ്ലാക്ക് അല്ലേ കൂടുതലും അതിൻ്റെ ഗ്രാനൈറ്റ്. അപ്പോൾ ബ്ലാക്കിൽ വെക്കുമ്പോൾ അത്ര രസം ഉണ്ടാവുന്നില്ല, ഇങ്ങനെ വൈറ്റിൽ വെക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി. ഞാനിത് കണ്ടിട്ട് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കുറച്ചായി വാങ്ങിയിട്ട് 4000 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കാത്തതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിലിപ്പോൾ ഈ ഒരു തവയുടെ റേറ്റ് മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ വെള്ളം കൂട്ടി വെക്കാനുള്ള ജഗ്, പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഇതിലൊക്കെ ജ്യൂസൊക്കെ കൂട്ടി വെക്കലുണ്ട്, സർബത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ അവരെന്നിങ്ങനെ ഒഴിച്ച് സെർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളം കൂട്ടി വെക്കുന്ന ജഗ്ഗും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. കിഡ്സ് ആക്ടിവിറ്റി റൂമാണിത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറും നല്ല ചെറിയ കുഞ്ഞ് റിംഗ് ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഞങ്ങളൊക്കെ കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഒരു സ്റ്റുഡിയോ റൂം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതുപോലത്തെ ഒന്ന് ചെയ്യിക്കണമെന്നൊക്കെ ഞങ്ങളെ എല്ലാവരുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒന്ന് വേണം അതിനൊരു എഡിറ്റിംഗ് ചെയ്യാനൊക്കെ ഒരു സ്റ്റുഡിയോ റൂം എന്നുള്ളത്. പിന്നെ പല ഡിസൈനിലുള്ള മിറർ, പല തരത്തിലുള്ള കണ്ണാടികളുണ്ട്. നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനായിട്ട്. പല വെറൈറ്റിയിലുള്ള കണ്ണാടികൾ കേട്ടോ. പിന്നെ ഇത് ഉള്ളത് ക്രാഡിൽ കട്ടിലാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ച മുതൽ ഒരു 3 വയസ്സ് വരെ കിടത്താൻ പറ്റുന്ന ക്രാഡിൽ കട്ടിലാണ്.
6,900 സംതിങ് ആണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇത്. പേരക്കുട്ടികൾക്ക് ആട്ടാൻ പറ്റുന്നതും ഉണ്ടാവും, പക്ഷേ ഇത് ആട്ടാൻ പറ്റാത്തതാണ് എൻ്റെ വീട്ടിലുള്ളതും. ഇതും ആട്ടാൻ പറ്റാത്തത് തന്നെയും തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ ഇതിങ്ങനെ ഡബിളായിട്ടുള്ളതും ഉണ്ട് ഇവിടെ. രണ്ടിൻ്റെയും സെപ്പറേറ്റ് റേറ്റും കാണിക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ഫുള്ള് ക്രാഡിൽ പോലെ ക്ലോസ് ആയിട്ടും ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളതും, ഇങ്ങനെ രണ്ടും ഇവിടെ 2 രീതിയിലുള്ളതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഡബിളായിട്ടുള്ളതും സിംഗിളായിട്ടുള്ളതും. ഇനി താഴത്തോട്ട് പോവാം. അപ്പോൾ താഴത്തോട്ട് പോകുമ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ഉള്ള ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിന്. മലപ്പുറത്തുനിന്ന് വന്ന ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഞങ്ങൾ നേരത്തെ എല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കിച്ചണിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ എല്ലാത്തിലും അങ്ങനെ റേറ്റ്, ചിലതിൽ മാത്രം അങ്ങനെ റേറ്റ് ഉണ്ടാവാറില്ല. കൂടുതലും റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, ചിലതിൽ മാത്രം ഉണ്ടാവാറില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ അതിൻ്റെ ബാർകോഡ് അടിച്ചാൽ നമുക്ക് അതിൻ്റെ റേറ്റ് അവിടെ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാലും മതി. എല്ലാത്തിലും ചിലതിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ഇല്ലാത്തത്, കൂടുതലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.